15 आदमियों की लिस्ट बना रहे हैं। उनमें से 5 आदमी जो लकी हैं वो छूट जाएंगे। मिनिस्टर साहब खुद सिलेक्ट करने वाले हैं। കേട്ടോടാ സ്ഥിതിക്ക് ഭാഗ്യമുള്ള 5 പേർക്ക് നീ ജയിലിൽ നിന്ന് പുറത്തു പോകാമെന്ന്. ഭാഗ്യമുണ്ടെങ്കിൽ എന്തിനാടാ ഇതിനകത്ത് വരുന്നത്? അത് കാര്യമില്ലടാ. ചിലപ്പോ ഇതിനകത്ത് വന്നതിന് ശേഷമായിരിക്കും ഭാഗ്യം വന്നത്. അത് ശരിയാ. മിസ് നായർ, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന 15 പ്രിസണേഴ്സിന്റെ ലിസ്റ്റ്. ഇതിൽ നിന്നും 5 പേരെ മിനിസ്റ്റർ സെലക്ട് ചെയ്യും. ജി കൃഷ്ണമൂർത്തി സാർ, കൃഷ്ണമൂർത്തിയുടെ പേര് ഉൾപ്പെടുത്തിയത് ചിലപ്പോ മിനിസ്റ്റർക്ക് ഇഷ്ടപ്പെടില്ല. നമ്മൾ എന്തിനാ അത് നോക്കുന്നത്? ഏറ്റവും മാന്യതയുള്ള 15 പുള്ളികളുടെ ലിസ്റ്റ് കൊടുക്കാനാണ് മുകളിൽ നിന്നുള്ള ഓർഡർ. നമ്മളത് ചെയ്തു. ലെറ്റ് ഹിം സെലക്ട് 5. സാർ, സാർ അറിഞ്ഞോ, വിടാൻ പോകുന്ന ലിസ്റ്റില് സാറിന്റെ പേരുണ്ട്. സത്യമാണ് സാർ. ഞാൻ ആ വാർഡിനോട് ചോദിച്ചു. 15ാമതാണ് സാറിന്റെ പേര്. ഭാഗ്യം പോലെ ഇരിക്കും. ഇല്ല, എനിക്ക് ഭാഗ്യമില്ല. എന്നെ വിടില്ല. ഏത് ലിസ്റ്റിൽ പേരുണ്ടെങ്കിലും ശങ്കറും പണിക്കരും അല്ലേ, അവരറിഞ്ഞുകൊണ്ട് എന്നെ വിടില്ല. क्या बातचीत कर रहे हो? मिनिस्टर साहब के आने का वक्त हो गया है, जल्दी चलो. शंकर जी की पणिकर जी की भारत माता की. इस साल के गणतंत्र दिवस समारोह में शामिल होके आप लोगों से मिलने तथा आपका दिल बहलाने के लिए आए हुए भारत सरकार के माननीय गृह मंत्री महोदय श्री शंकर जी एवं केरल राज्य के डेमोक्रेटिक पार्टी अध्यक्ष श्री पनिकर जी को आप सबकी ओर से और अपनी ओर से मैं हार्दिक बधाई देता हूं. मिठाइयां बांटने के बाद माननीय मंत्री महोदय आज के दिन आप लोगों में से 5 जनों को कैद से आजाद कर देंगे. प्लीज कम. കൊടുക്കാൻ വരട്ടെ. വലത് കൈ നീട്ടു. വലത് കൈ നീട്ടാൻ. സർ, അയാളുടെ വലത് കൈക്ക് സ്വാധീനമില്ല. അറിയാം. വലത് കൈ നീട്ടു. പറഞ്ഞു കേട്ടില്ലേ? വലത് കൈ നീട്ടാൻ. എത്ര കാർട്ടൂണുകൾ വരച്ച കൈയാണ്, എത്ര ലേഖനങ്ങൾ എഴുതിയ കൈയാണ്. തൂലിക പടവാളൊക്കെ ആ കൈ നിന്ന് വിട്ടു. വലത് കൈ വീട്ടണം.
സെല്ലിലേക്ക് പോയിക്കൊള്ളൂ. മുഹമ്മദ് ഖാൻ. നമ്പർ 2 CK ചോപ്ര. നമ്പർ 3 S ശർമ്മ. നമ്പർ 4 അജിത് കപൂർ. ഫിഫ്ത് ആൻഡ് ഫൈനൽ ജി കൃഷ്ണമൂർത്തി. രത്തൻ സിംഗ്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. GK സാറിനെ പറയാൻ ലിസ്റ്റ് വേണ്ടത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. GK സാറിനെ പറയാൻ ലിസ്റ്റ് വേണ്ടത് ഞാൻ സമ്മതിക്കില്ല. ഇല്ല. ഈ 5 തടവുപുള്ളികളെയും റിലീസ് ചെയ്യാനുള്ള ഓർഡേഴ്സ് ഉടനെ കൊടുത്തേക്കണം. സർ. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? എനിക്ക് വേണ്ടി രക്തസാക്ഷിയാകാൻ പോയതാ നീ. അവരെന്നെ വിടാൻ പോകുന്നില്ല. ഇനിയിപ്പോ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ കൂടി സംശയ പുതിയ ഏതെങ്കിലും ഒരു ഇഷ്യൂ അവർ കണ്ടുപിടിക്കും. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പുറത്തിറങ്ങിയാൽ തട്ടിക്കളയണം രണ്ടിന്. എനിക്ക് പേടിയൊന്നുമില്ല. മോഷണത്തെക്കാൾ എളുപ്പമാക്കോല. അണ്ണ എന്താ ഇത്? നെയ്യ, കരടി നെയ്യ്. സീവാദിലെ കാശ്മീരിടിയാ. ചതവിന് നല്ലതാ. ഹിമക്കരടിയുടെ നെയ്യാ. ചോദിച്ചപ്പോ തന്നില്ല, അപ്പൊ ഞങ്ങൾ ഇസ്കി. എന്തിനാടാ കരടി നെയ്യ്? തല്ലുകൊണ്ടെടുത്ത് രോമം കിളുക്കാൻ. വയ്ക്കോ, അവര് കണ്ടാ പിന്നെ ഇതിന് നിങ്ങൾക്കും കിട്ടും. വയ്ക്കോ. क्या बात है? कुछ नहीं साहब. चल फट फट चलो. अब कैसा है? और कुछ चाहिए? साला मद्रासी.
ഒന്നും ഓർക്കുമ്പോഴാ വിഷമം. ഏതെങ്കിലും ഒരു റിപ്പബ്ലിക് ദിനത്തിലോ ഗാന്ധി ജയന്തിക്കോ കുറുവീണ് ഞാൻ പുറത്തു വരുമെന്ന് കരുതി കാത്തിരിക്കുന്ന ഒരാളുണ്ട്. മാരിയ ഫെർണാണ്ടസ്. പാവം, അവൾ എപ്പോഴും കാത്തിരിക്കുന്നുണ്ടാവും. ഗദികിന താത്ത ഗദികിന ഗദികിന താത്ത നാദിൻ ദിന്ന നാദിൻ ദിന്ന നാദിൻ ദിന്ന നാദിൻ ദിന്ന നാദിൻ ദിന്ന നാദിൻ ദിന്ന ത ത താ തൈ തൈ ദത്ത താ തൈ തൈ ദത്ത ത താ തൈ തൈ ദത്ത താ തൈ തൈ ദത്ത ത താ തൈ തൈ ദത്ത. ഹലോ, മറിയ ഫെർണാണ്ടസ് അല്ലേ? അതെ. രാവിലെ തുടങ്ങിയോ തിത്തവും ബഹളവും ഒക്കെ? നിങ്ങളാരാണ്? ഞങ്ങൾ രണ്ട് പാവം മലയാളികളാണേ. പിന്നെ ഞങ്ങൾ ഇന്നൊരു ഒരാളെ കണ്ടു. പാവം മെലിഞ്ഞുപോയി. നീ ഇന്നലെ ഒരാളെ കാത്തിരുന്നില്ലേ? മണിയറ ഒരുക്കി മലർമെത്ത വിരിച്ച് തളർമെയ്യാകെ പനിനീര് പൂശി ഒരാളെ കാത്തിരുന്നില്ലേ? ഒരു പന്ന റാസ്കലിനെ, ദി ഗ്രേറ്റ് കാർട്ടൂണിസ്റ്റ് കം ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് മിസ്റ്റർ ജി കൃഷ്ണമൂർത്തി, GK. ശങ്കർ. ആ, ഞാൻ തന്നെ. അപ്പൊ നീ എന്നെ മനസ്സില്ല. കൃഷ്ണമൂർത്തി ആള് ഭാഗ്യവാനാ കേട്ടോ. അവൻ ഇന്നലെ കുറി വീണതാ, പക്ഷെ ഞാൻ വിട്ടില്ല. ഇനി മരിയയ്ക്ക് അവൻ എന്തിനാ കയ്യും കാലും ഇല്ലാത്തവന്? അതൊക്കെ ഉള്ളവരായിട്ട് ഞങ്ങൾ ഇവിടില്ലേ? ശങ്കർ. എന്തോ ഹലോ. പ്ലീസ് ഹോൾഡ്. കണക്റ്റഡ് ടു അഡ്വർടൈസിംഗ് മാനേജർ. അപ്പോ എന്റെ കാര്യം എന്തായി? വരുവോ? താനിതുവരെ പോയില്ലേ? വരുവോ? വന്ന് കണ്ടിട്ട് തോന്നുന്ന എന്താണെന്ന് വെച്ചാൽ എഴുതിക്കോ. സപ്പോർട്ട് ചെയ്യൊന്നും വേണ്ട. തനിക്ക് എത്ര വയസ്സായി? 24. only 24. എന്താ ഒരു 10-28 തോന്നുന്നു. എടോ, ഏതെങ്കിലും ഒരു റവറച്ചായനം കിട്ടി 5-6 പിള്ളേരാകേണ്ട പ്രായം കഴിഞ്ഞു. ഈ വയസ്സുകാലത്ത് തനിക്ക് ഇതിന് വല്ല ആവശ്യമുണ്ടോ? പിടിച്ചു പറിച്ചും കുത്തിക്കൊന്നും ഒക്കെ തണ്ട കുറെ സമ്പാദിച്ചിട്ടുണ്ടല്ലോ നാട്ടില്. അത് പോയി തിന്നു പിടിച്ചുകൂടെ? അത് ഞാൻ തീരുമാനിച്ചോളാം. സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ ഡാൻസ് സ്കൂൾ വരെ വാ. അതിനെ കുറിച്ചൊരു ലേഖനം എഴുത്. അതിന് ന്യൂസ് വാല്യൂ ഉണ്ടല്ലോ. പിന്നെ കേരളത്തിൽ നിന്ന് ഒരു പെണ്ണ് ഇന്ന് ഡൽഹിയിൽ വന്ന് ഇത്ര റെപ്യൂട്ടഡ് ആയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുമെന്ന് പറഞ്ഞാ അതൊരു നിസ്സാര കാര്യമാണോ? ഇനിയിപ്പോ ചില്ലറയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതും തരാമേ. എടോ, കൂലിക്ക് റിപ്പോർട്ട് എഴുതുന്ന ധാരാളം പത്രക്കാർ ഡൽഹിയിലുണ്ട്. താൻ അവരാരെങ്കിലും ചെന്ന് കണ്ട് ഒരു കുപ്പി വാങ്ങിച്ചു കൊടുത്ത കാര്യം നടക്കും. ഈ രാജ്യത്ത് ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഡൽഹിയിൽ. എനിക്ക് അത് തന്നെ എഴുതാൻ സമയമില്ല, പിന്നെയല്ല എന്റെ ഡാൻസ് സ്കൂൾ.
അല്ല, താൻ എന്ത് ധൈര്യത്തിലായി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത്? ചങ്ങനാശ്ശേരി നസ്രാണിച്ചി മോഹിനിയാട്ടോ, നല്ല അസൽ കോമ്പിനേഷൻ. പിന്നെ നസ്രാണി, ഞങ്ങളെ നമ്പൂതിരിമാര് മതം മാറി നസ്രാണിയായതാ. അപ്പോ ആ കലാബോധം മുഴുവൻ പോയിട്ടില്ല, കണ്ടറിഞ്ഞൂടെ? ചേട്ടാ, ഇതൊരു ശല്യമായല്ലോ. തന്റെ പടവാ, ഞാൻ വരച്ചെന്നാന്നും പറഞ്ഞൊരു 10 കസ്റ്റമേഴ്സിനെ കൂടെ ചാക്കെട്. മേലിൽ എന്നെ ശല്യപ്പെടുത്തരുത്. നന്നായിരിക്കുന്നു. അല്ല, സാർ എന്താ പറഞ്ഞു വരുന്നേ? എനിക്ക് കലാബോധമില്ലെന്നോ? ഫോറിനേഴ്സ് എല്ലാം വന്ന് എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടിട്ട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? മാർബിളസ്, ഫാന്റാസ്റ്റിക്, ഗ്രേറ്റ് എന്നൊക്കെയാ. അല്ലേലും മലയാളികൾ ഇങ്ങനെയാ. ടാൻസാനിയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും പല കാട്ടുജാതി നൃത്തം വന്നാ അത് അത്ഭുതമാണെന്ന് നിങ്ങൾ എഴുതുമല്ലോ. ഉദാത്തമായ കല ആസ്വദിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഡാൻസർ ഒരു മലയാളിയായിപ്പോയി. അപ്പോ അവളുടെ ജാതി അറിയണം, മതം അറിയണം, ജാതകം അറിയണം. ഇതെന്താപ്പാ, കല്യാണാലോചനയാ? നിനക്കേ സ്ത്രീത്വമല്ല പുരുഷത്വ കൂടുതൽ. ഞാനിവിടെ വരുന്നത് സാറിന് നാണക്കേടാണല്ലേ? നോക്കിക്കോ, നാളെ ഞാൻ മോഹിനിയാട്ടത്തിന്റെ ഫുൾ മേക്കപ്പിൽ ഇവിടെ വന്ന് ഡാൻസ് ചെയ്യും. സോറി. എന്താ സാറേ, പോർട്രേറ്റ് വരയ്ക്കാൻ തുടങ്ങിയോ? നീ അറിയില്ലേ, ഇത് മാരിയ ഫെർണാണ്ടസ്. ഇവിടെ വലിയ ഡാൻസ് സ്കൂൾ നടത്തുന്നു. ഇതെന്റെ സിസ്റ്ററാ ഉമ, ജേർണലിസ്റ്റിന് പഠിക്കുന്നു. ഹലോ. നീ എന്തിനാ മൂളിയത്? ചുമ്മാ. നീ ഇന്നലെ ഐസ്ക്രീം കഴിക്കാൻ പറഞ്ഞില്ലേ? പറഞ്ഞു. ഞാൻ പോട്ടെ. മരിയണ്ട ഇവിടെ വെറുതെ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. വൈകുന്നേരം ആയില്ലേ? അപ്പോ ഇനി നാളെ ക്ലാസ് ഉണ്ടോ അല്ലേ? അതെ, രാത്രി സാധാരണ ക്ലാസ് ഉണ്ടാകാറില്ല. അപ്പൊ ഇനി വീട്ടിലേക്കാണല്ലോ. അതെ, വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യണ്ട. ഉമ ജേർണലിസം തന്നെയല്ലേ പഠിക്കുന്നത്? അതായത് പത്രപ്രവർത്തനം? അതെ, അത് ചേട്ടൻ ഇന്നലെ പറഞ്ഞല്ലേ? അതെ, ചേട്ടൻ ഇന്നലെ പറഞ്ഞു. എന്നാലും ഒരു ഡൗട്ട്. ഞാൻ വരട്ടെ. ഉമേ, ഏത് ഐസ്ക്രീമാണ് ഇഷ്ടമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാം വാങ്ങിച്ചു. നന്നായിരിക്കുന്നല്ലേ? ഇൻട്രൊഡക്ഷൻ കലക്കി. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ചേട്ടനെ കൊണ്ടൊരു ലേഖനം എഴുതിക്കുക എന്നതല്ല പ്രധാന ഇഷ്യൂ. സംഭവം മറ്റെന്തോ ആണ് അല്ലേ? അതെ. അല്ല, ലേഖനം തന്നെ. അല്ലല്ലല്ല, ന്യൂസും പത്രവും വിട്ടൊരു ലൈഫില്ല ചേട്ടന്. ഇൻവെസ്റ്റിഗേഷൻ എന്നും കാർട്ടൂൺ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ഒരു ജീവി. അങ്ങർക്ക് ഈ ഭൂമിയിൽ ആകെ ഒരു അറ്റാച്ച്മെന്റ് ഞാന്. അത് പോരാ, പറന്നങ്ങ് പോവും. ഇവിടെ കെട്ടിയിടണമെങ്കിൽ ഒരാളുകൂടി വേണം. മീൻസ് ഒരു കല്യാണം. അച്ഛനും അമ്മയില്ല. ഞാൻ എങ്ങനെ ചേട്ടന് കല്യാണം ആലോചിക്കുന്നേ? പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്റെ ഭഗവതി ഏതെങ്കിലും ഒരു കാലി കയറി ചേട്ടനെ പ്രേമിക്കണേ എന്ന്. അതെങ്ങനെയാ? ആ മോന്റെ നടപ്പം കണ്ട് ആരെങ്കിലും വരുമോ? ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അപ്രോച്ച്. ആട്ടെ, എത്ര നാളായി ചേട്ടന്റെ പുറകെ ഇങ്ങനെ ചുറ്റിൽ തുടങ്ങിയിട്ട്? 1 മാസം. രക്ഷയില്ല, ഞാൻ മടുത്തു. ദൈവം കൊണ്ട് തന്നതായത്. ഞാനിതങ്ങനെ വിടാൻ പോകുന്നില്ല. ഈ ഐസ്ക്രീം തന്നെ ഉണ്ടല്ലോ കേട്ടോ. എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ അവിടെ വെച്ച് കണ്ടപ്പോ തന്നെ. ഇനി മുതൽ ഞാൻ നാത്തൂനെ നീ വിളിക്കൂ. ഇഷ്ടാണോ?
കഴിഞ്ഞാടി അവസാനം എന്റെ ചേട്ടനെ നീ വലിയ പിടിപാടുള്ളവളല്ലേ ഒരു ഉപകാരം ചെയ് കൊള്ളു കളയാൻ പറ എന്തിനെങ്ങനെ ജീവിക്കുന്ന കൈയും കാലും ഇല്ലാതെ